ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൊല്യൂഷൻ മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദിവാലി ഇവൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു 4 ഗൺ സ്കിൻ ഉണ്ട്, ലെജൻഡറി ഗൺ സ്കിൻ. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ ഏതാണ് ബെസ്റ്റ് ഗൺ സ്കിൻ എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഇത് ഒരുപാട് കൂട്ടുകാർക്കുള്ള ഡൗട്ടായിരിക്കും, കാരണം ഏത് ഗൺ സ്കിന്നാണ് ഞാൻ എടുക്കേണ്ടതെന്ന്. കാരണം ചിലവർ അറിയാതെ ഏതെങ്കിലും ഒരു ഗൺ സ്കിൻ എടുക്കും, പക്ഷേ അത് അവർക്കൊരു ഗുമ്മായിട്ട് തോന്നില്ല അവസാനം. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. സോ ഗൈസ്, അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു M4A1 പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് എടുക്കേണ്ടത് നമ്മുടെ എർത്ത് M4 തന്നെയാണ്. പക്ഷേ നിങ്ങൾ M4A1 അധികം യൂസ് ചെയ്യാത്തൊരു പ്ലെയർ ആണെങ്കിൽ ഏത് ഗണ്ണ് എടുക്കണം എന്നുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം ഞാൻ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യും. സോ ഗൈസ്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ അധികം പറഞ്ഞ് ലേറ്റാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ആ ഒരു ഇവൻറ്റിലുള്ള AKയുടെ സ്കിൻ ഏതാണെന്ന് നോക്കാം. ഈ ഒരു ഫ്ലെയിമിങ് AKയാണ് നിങ്ങൾക്ക് ആ ഒരു ഇവൻറ്റിൽ നിന്ന് കിട്ടുന്നത്. സോ ഗൈസ്, ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഡാമേജ്, അതുപോലെ തന്നെ റേഞ്ച് സിംഗിളായിട്ട് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ മാഗസിൻ മൈനസ് ആണ്. അത്യാവശ്യം നല്ലൊരു നല്ലൊരു എബിലിറ്റി ഉള്ള ഒരു സ്കിൻ തന്നെയാണ്. ലുക്കിലും അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലെയിമിങ് ഒരു എഫക്റ്റാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ AK ഉപയോഗിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്, നിങ്ങൾ AK മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഗൺ സ്കിൻ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. സോ ഗൈസ്, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു അക്വാസ് കാറാണ്. അതായത് ഈ ഒരു വാട്ടർ എലമെൻ്റ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു അക്വാസ് കാറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതെനിക്ക് അത്ര ഗുമ്മായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് മൈനസാണ് ഗൈസ്. അതായത് ഇപ്പോൾ കുപ്പേഴ്സ് കാറിന് റേഞ്ച് മൈനസാണ്, പക്ഷേ അതിന് ഡബിൾ റേറ്റ് ഓഫ് ഫയർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡബിൾ ഡാമേജും അതുപോലെ തന്നെ സിംഗിൾ ആക്യുറസിയും ആണുള്ളത്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ റേഞ്ച് മൈനസാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗൺ സ്കിന്നാണ്, അത്ര ഗുമ്മായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്കാർ വെച്ച് കളിക്കുന്നവർക്ക് ഇത് ഈ സ്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എടുത്തോളൂ, പക്ഷേ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത്ര ഒരു ഗുമ്മായിട്ടുള്ള സ്കിന്നൊന്നുമില്ല. ലുക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ വർക്ക് അത്ര ഇല്ല ഗൈസ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു വെക്കുക. സോ ഗൈസ്, ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഈ ഒരു MP40യുടെ സ്കിന്ന് നോക്കാം. ഇത് അത്യാവശ്യം നല്ലൊരു സ്കിന്നാണ്. കാരണം നിങ്ങൾ ഷോർട്ട് റേഞ്ച് പ്ലെയർ ആണെങ്കിൽ, അതായത് നിങ്ങൾ റഷ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് MP40യുടെ സ്കിന്നൊന്നും ലെജൻഡറി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. കാരണം ഇത് അത്യാവശ്യം നല്ലൊരു ലുക്കും, അതുപോലെ തന്നെ ഇതിന് ഡബിൾ ആമോ ആണ് വരുന്നത്. അതായത് അത്യാവശ്യം നിങ്ങൾക്ക് ഇതിൽ ആമോ സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ സിംഗിൾ ഡാമേജ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഡാമേജും കിട്ടും. പിന്നെ ഇതിന് മൈനസ് എന്ന് പറഞ്ഞത് നമ്മുടെ മെക്കുകൾ MP40യെ പോലെ തന്നെ റീലോഡ് സ്പീഡാണ്. അതുകൊണ്ട് തന്നെ മൈനസ് അത്ര ഒരു പ്രശ്നക്കാരനല്ല. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അടിപൊളി സ്കിന്നാണ് ഈ ഒരു MP40യുടെ സ്കിൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉള്ള ഒരു സ്കിന്ന് തന്നെയാണ്. നിങ്ങൾ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ നല്ല ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. സോ ഗൈസ്, റഷ് ചെയ്ത് കളിക്കുന്ന എല്ലാവരും ഈ ഒരു സ്കിൻ എടുക്കാൻ മാക്സിമം നോക്കുക. റഷ് ചെയ്ത് കളിക്കുന്നവർ മാത്രം. ഓക്കെ, റഷ് ചെയ്ത് കളിക്കുന്നവർക്ക് MP40 പ്ലേയേഴ്സ് ആണെങ്കിൽ മാത്രം ഈ ഒരു സ്കിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കിൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. മെക്കുകൾ MP40 ഉള്ളവർ ഇത് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഒരു OP ഗൺ സ്കിൻ എന്നറിയപ്പെടുന്ന നമ്മുടെ എർത്ത് M4A1 എന്ന് പറഞ്ഞ ഗൺ സ്കിന്ന്. ഇത് ഞാൻ എടുക്കാൻ വിചാരിക്കുന്നത് ഈ ഒരു ഗൺ സ്കിന്നാണ്. കാരണം ഇത് വേറെ ലെവലാണ് ഗൈസ്. കാരണം ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് വരുന്നത് നിങ്ങൾ നോക്കുക, ഡബിൾ റേറ്റ് ഓഫ് ഫയർ, സിംഗിൾ ഡാമേജ്. അതായത് നമ്മുടെ ടൈറ്റൻസ് കാറിൻ്റെ സെയിം എബിലിറ്റിയാണ് ഇതിന് വരുന്നത്. അതായത് മാഗസിൻ മൈനസ് ആണ് നമ്മുടെ ടൈറ്റൻസ് കാറിന് വരുന്നത്. അതേ സെയിം എബിലിറ്റിയാണ് ഈ ഒരു M4A1 കൊടുത്തിട്ടുള്ളത്. ലുക്ക് അടിപൊളി ലുക്കാണ്. നിങ്ങൾ കയ്യിലൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഈ ഒരു M4A1 എടുക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ വെച്ച് നോക്കിയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു M4A1 സ്കിന്നാണ്. കാരണം ഇതെനിക്ക് വളരെ ഇഷ്ടമായി. കാരണം നമുക്ക് നല്ല രീതിയിൽ ഡ്രാഗ് ചെയ്യുമ്പോൾ ഹെഡൊക്കെ കയറുന്ന ഒരു അടിപൊളി OP ഗണ്ണാണ് ഗൈസ് ഈ ഒരു എർത്ത് M4A1 എന്ന് പറഞ്ഞാൽ ഈ ഒരു M4A1 സ്കിന്ന്. ഇപ്പോൾ നിങ്ങൾ M4A1 വെച്ച് കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സ്കിന്നാണിത്. സോ ഗൈസ്, അപ്പോൾ ഇതില്ലാത്തവരൊക്കെ മാക്സിമം ഇത് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇനി ഇതുപോലത്തെ ഒരു ഇവൻറ്റ് നമുക്ക് വരണമെന്നില്ല. ഗരീന പണ്ടേ ഉടായിപ്പാണ് നമുക്കറിയാം. സോ ഗൈസ്, അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന മാക്സിമം എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു ഡൗട്ട് അടിച്ചിരിക്കുന്ന ഒരുപാട് മച്ചന്മാരുണ്ടാവും, നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്ന ഒരുപാട് മച്ചന്മാർ ഈ ഒരു ഡൗട്ട് അടിച്ചിരിക്കുന്നുണ്ടാവും. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവരേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ബൈ ഗൈസ്.